ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത്? പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരെല്ലാമായിരുന്നു? റോബർട്ട് ക്ലൈവും ബംഗാൾ നവാബ് സിറാജുദ്ദൗളയും. സിറാജുദ്ദൗള വധിക്കപ്പെട്ടത് എവിടെ വെച്ച്? പാറ്റ്ന. വധിച്ചത് മിർ ജാഫറിന്റെ മകൻ മീരാൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുമ്പോൾ ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു? എലിസബത്ത് രാജ്ഞി. മുഗൾ രാജവംശം സ്ഥാപിച്ചതാര്? ബാബർ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരെല്ലാം? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. ഏത് മുഗൾ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ വില്യം ഹോക്കിൻസ് ഇന്ത്യയിലെത്തിയത്? ജഹാംഗീറിന്റെ കാലത്ത്. പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങുമ്പോൾ ആരായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത്? സാമൂതിരി വംശക്കാർ. ഇരുട്ടറ ദുരന്തത്തിന് കാരണക്കാരൻ എന്ന് ബ്രിട്ടീഷുകാർ ആരോപിച്ച ഇന്ത്യൻ ഭരണാധികാരി? സിറാജുദ്ദൗള. മദിരാശിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പണിത കോട്ടയുടെ പേര് എന്താണ്? സെന്റ് ജോർജ് കോട്ട. മദിരാശിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ താമസിച്ച പട്ടണത്തിന് അവർ നൽകിയ പേരെന്ത്? വൈറ്റ് ടൗൺ. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിലെ മണ്ണടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു സങ്കേതത്തിൽ. പാലിയത്തച്ഛൻ എവിടെ വെച്ചാണ് അന്തരിച്ചത്? കാശിയിൽ വെച്ച്. മുഗൾ ഭരണത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടാണ് നാടുകടത്തിയത്? ബർമയിലേക്ക്. കൂടെ അദ്ദേഹത്തിൻ്റെ പത്നി സീനത്ത് മഹലും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേരെന്ത്? ശിപ്പായി ലഹള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാര്? മംഗൾ പാണ്ഡെ. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന നെഹ്റുവിൻ്റെ പുസ്തകം ഏതാണ്? വിശ്വചരിത്രാവലോകനം. ഝാൻസി റാണി ആരുടെ വിധവയായിരുന്നു? ഝാൻസി എന്ന നാട്ടുരാജ്യത്തിൻ്റെ അധിപൻ ഗംഗാധര റാവുവിൻ്റെ. സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. എനിക്ക് പൊരുതി മരിക്കാനാണ് ഇഷ്ടം. പക്ഷേ പെണ്ണായതുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ ശത്രുക്കൾ എന്നെ അപമാനിച്ചാലോ? അതുകൊണ്ട് ഞാൻ ആത്മാഹുതി നടത്തണം. ഇങ്ങനെ പറഞ്ഞ ധീര വനിത ആരാണ്? ഝാൻസി റാണി.
ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയ ഇന്ത്യൻ പോരാളി? താന്തിയ തോപ്പി. സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത ഫത്തേപൂർ എന്ന സ്ഥലത്തെ ഡെപ്യൂട്ടി കളക്ടർ ആരായിരുന്നു? ഹിക്മത്തുള്ള. ഹം ഹം ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചതാര്? അജിമുല്ല ഖാൻ. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ നവാബ് ആരാണ്? ഷാ ആലം. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവിന്റെ പേരെന്ത്? ദേവേന്ദ്രനാഥ ടാഗോർ. ആര്യസമാജം സ്ഥാപിച്ചതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. നിങ്ങൾ ദൈവപ്രീതിക്കാണോ ഇങ്ങനെ ചെയ്യുന്നത്? എങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ദൈവത്തിനു പൂവും ചന്ദനവും കൊടുക്കുക, ചോറ് വിശക്കുന്നവനും, അതാണ് ദൈവത്തിന് ഇഷ്ടമാകുക. ഇങ്ങനെ പറഞ്ഞതാര്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായിരുന്ന എ.ഒ. ഹ്യൂം അന്തരിച്ചത് എന്നായിരുന്നു? 1912 ജൂലൈ 31. ദാദാഭായ് നവറോജി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? 3 തവണ. 1886, 1893, 1906. തിളങ്ങി നിന്ന് വെളിച്ചം കാണിച്ച നക്ഷത്രദീപം എന്ന് ദാദാഭായ് നവറോജിയെ വിശേഷിപ്പിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ജനിച്ചത് എവിടെ? മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ കോലാപൂർ എന്ന ഗ്രാമത്തിൽ. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര വർഷമാണ് ജീവിച്ചത്? 22 വർഷം. ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി തീരത്ത് സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേരെന്ത്? സത്യാഗ്രഹാശ്രമം. ബ്രിട്ടീഷുകാർ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ഉയർന്ന പദവി നൽകി ആദരിച്ച വ്യക്തിയാര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു ഗാന്ധിജിയുടെ അമ്മയായ പുതലിഭായ്? 4ാമത്തെ. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടതകൾ ചിത്രീകരിച്ച നാടകത്തിന്റെ പേരെന്ത്? നീലദർപ്പൺ. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ബാലഗംഗാധര തിലകൻ. ആനി ബസന്റിന്റെ ജന്മദേശം എവിടെയായിരുന്നു? അയർലൻഡ്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു?
സെൻട്രൽ ഹിന്ദു ഗേൾസ് സ്കൂൾ. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? അലി സഹോദരന്മാർ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം 1919 മാർച്ച് 18. ഒന്നാം ലോക മഹായുദ്ധം നടന്നത് എപ്പോൾ? 1914 മുതൽ 1918 വരെ. ജാലിയൻ വാലാബാഗ് നരഹത്യക്ക് കാരണക്കാരനായ പഞ്ചാബ് ഗവർണർ ജനറൽ ഒ ഡയറിനെ വധിച്ച ഇന്ത്യക്കാരൻ? ഉദ്ധം സിംഗ്. നാടിൻ്റെ സ്വാതന്ത്ര്യം ഉദയം കൊള്ളുന്നത് തടവുമുറിയിലെ ഇരുണ്ട ഭിത്തികൾക്ക് അകത്താണ്, ചിലപ്പോൾ കൊലമരത്തിനു മുകളിലും. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകം എഴുതിയതാരാണ്?